ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു, എൻ്റെ തത്സമയ സംരക്ഷണം ഉണ്ടാവണം. നമുക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. പി ജയരാജനെ ഈ കേന്ദ്ര നേതാവിനെ കണ്ടു എന്ന് പറയുന്ന വിഷയം പത്തനംതിട്ടയിൽ വിഷയമായിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോളിംഗിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഈ UDF ആരോപിക്കുന്നത്. അപ്പം അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ രീതി എന്താണെന്നുള്ളത്. കൃത്യമായിട്ട് LDFൻ്റെ വോട്ടുകൾ അതിന് എണ്ണം വെച്ച് ഗ്രൂപ്പ് തിരിച്ച് പോളിംഗ് സ്ക്വാഡുകളുണ്ട്. അത് ഉച്ചയാകുമ്പോഴത്തേനും ആരൊക്കെയാണ് വരാത്തതെന്ന് കൃത്യമായി പുറത്തേക്ക് എണ്ണം വരും. അവരെ കൊണ്ടൊന്ന് എണ്ണിപ്പെറുക്കി ചെയ്യിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പി ജയരാജൻ അത്തരത്തിൽ അതായത് കണ്ടു സംസാരിച്ചു, ഒരു BJP നേതാവിനെ കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് ഒരു ക്ഷീണമായി എന്നെ അത് അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പിന്നെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത് പാർട്ടിയിൽ കൂടുതൽ ഘടകത്തിൽ ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞെടുത്താണ് നിൽക്കുന്നത്. ഇല്ലല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. അപ്പം അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഘടകത്തിൽ പറയും. അടുത്ത 5 കൊല്ലം പത്തനംതിട്ടയിൽ തന്നെ ഉറപ്പാണ് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. MP ആയിട്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രാരംഭം കുറിച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് പോവുക. പിന്നെ ഇവിടെ ഉണ്ടാവും താമസം. പക്ഷേ ഡൽഹിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടാവുമല്ലോ. സ്ഥിരമൊന്നും ഇവിടെ താമസം വീടും ഒക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോകുന്നു. അത് ഈ ഘട്ടത്തിൽ LDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം കൺവീനറായിട്ടുള്ള LDFൻ്റെ കൺവീനറായിട്ടുള്ള ഒരാൾ തന്നെ സ്ഥിരീകരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ രാവിലെ വോട്ട് ചെയ്ത ശേഷം. അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാനായിട്ടിപ്പോൾ വ്യക്തിപരമായ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഇവിടെ നിശ്ചയമായിട്ടും പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യും. പലപ്പോഴും ജയരാജൻ ജാഗ്രത വിട്ട് പ്രവർത്തിച്ച ആളെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞെടുത്ത് നിന്നോട്ടെ, എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കേണ്ട. വലത് NDA സ്ഥാനാർത്ഥികളും പത്തനംതിട്ടയിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയാണ്. 101% വിജയമാണെന്നൊക്കെയാണ് NDA സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നത്. പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉണ്ടാകുന്ന വളരെ വിചിത്രമായ പെരുമാറ്റങ്ങൾ അത് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മനോനിലയാണ്. വളരെ അസ്വസ്ഥമാണ്. പിന്നെ ഇപ്പോൾ ട്രയൽ നടത്തി കഴിഞ്ഞിട്ട് അത് കറക്റ്റാണെങ്കിൽ പിന്നെ കേസ് തീർന്നില്ലെന്ന്